ഋഷിയും ശരണ്യയും തമ്മിൽ വമ്പൻ വഴക്കാണ് നടക്കുന്നത്. കാരണം മറ്റൊന്നല്ല, നമ്മുടെ ചാർജിങ് ടാസ്ക് തന്നെയാണ്. ലാസ്റ്റ് ഉണ്ടായിരുന്നതിൻ്റെ തൊട്ട് മുമ്പത്തെ റൗണ്ട്, അതായത് ഫൈനൽ റൗണ്ടിന് തൊട്ട് മുൻപത്തെ റൗണ്ടിൽ അവിടെ മത്സരിക്കാനുണ്ടായിരുന്നത് ജാസ്മിനും ഗബ്രിയും, ഋഷിയും അൻസിബയും അതുപോലെ ശരണ്യയും. അപ്പോൾ ഋഷിയും അൻസിബയും സെറ്റായിട്ട് കളിക്കുന്നു, ജാസ്മിനും ഗബ്രിയും സെറ്റായിട്ട് കളിക്കുന്നു. അപ്പോൾ അവിടെ ഒറ്റപ്പെടുന്നത് ശരണ്യാണ്. അപ്പോൾ അവിടെ ശരണ്യയും അർജുനും കൂടി ഒരു പ്ലാൻ ഇടുന്നു. അവിടെ ജാസ്മിൻ്റെയും ഗബ്രിയുടെയും ഗെയിം പൊളിച്ചുകൊണ്ട് ഇവർക്ക് 3 പേർക്കും ഒരുമിച്ച് നിന്നുകൊണ്ടുള്ള ഒരു ഗെയിം അവർ പ്ലാൻ ചെയ്യുന്നു. അതായത് ഇവരെ രണ്ടുപേരെ ജാസ്മിനെയും ഗബ്രിയെയും ആരെങ്കിലും പുറത്താക്കുക, ഇവരുടെ ഈ ശരണ്യയുടെ ഉള്ളിലേക്ക് കയറ്റുക, അതുപോലെ തന്നെ അൻസിബയുടെയോ അല്ലെങ്കിൽ ഋഷിയുടെയോ ആരെങ്കിലും ഒരാളുടെ ഉള്ളിലേക്ക് കയറ്റുക. അപ്പോൾ 2 പേര് 2 ഗ്രൂപ്പിൽ നിന്ന് ഓരോന്ന് ഉള്ളിലേക്ക് കയറ്റുക. അതുപോലെ തന്നെ ഒന്നല്ലെങ്കിൽ നമ്മുടെ ജാസ്മിൻ അല്ലെങ്കിൽ ഗബ്രി ഇവരാരെങ്കിലും പുറത്തേക്ക് എത്തിക്കുക. ഇതായിരുന്നു അവരുടെ ഗെയിം പ്ലാൻ എന്ന് പറയുന്നത്. അതിനുവേണ്ടി അവർ നിന്നു, ഗെയിം കളിച്ചു. പക്ഷേ അവിടെ ഉണ്ടായത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഋഷിയുടെ കയ്യിൽ കിട്ടിയത് ശരണ്യയുടെയും ഋഷിയുടെ അൻസിബയുടെ കയ്യിൽ കിട്ടിയത് ഋഷിയുടേതുമായിരുന്നു. പക്ഷേ ജാസ്മിൻ്റെയിലും ഗബ്രിയുടെയിലും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി കിട്ടുകയും ചെയ്തു. അങ്ങനെ വരുന്ന സമയത്ത് അവർക്ക് അവിടെ ശരണ്യനെ കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ടീമിനെ ഉള്ളിലേക്ക് കടക്കാനായിട്ട് പറ്റില്ല. അപ്പോൾ ഋഷി ശരണ്യരെ കൊണ്ട് ഓടി വരികയും എന്നാൽ അൻസിബയ്ക്ക് വെക്കാനായിട്ട് സ്ഥാനം കൊടുക്കുകയും ചെയ്തു. അപ്പോൾ അൻസിബ കൊണ്ടുവന്ന് ഋഷിയെ അവിടെ വെച്ചു. മറ്റൊരു 2 പേരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി വെച്ചു. ലാസ്റ്റത്തെ റൗണ്ടിന് തൊട്ട് മുമ്പുള്ള റൗണ്ടാണ്. അപ്പോൾ 3 പേർക്ക് അവിടെ വെക്കാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് അവിടെ ഗബ്രി ജാസ്മിൻ്റെ വെച്ചു, ജാസ്മിൻ ഗബ്രിയുടേത് വെച്ചു, അവിടെ അൻസിബ ഋഷിയുടേത് വെച്ചു. എന്നാൽ ഋഷി ഓടി വന്ന് ശരണ്യരെ വെക്കാനായിട്ട് നിന്നു. അവിടെ അൻസിബയ്ക്ക് ഓടിയെത്താൻ സാധിക്കുമെങ്കിൽ അവിടെ അൻസിബ കൊണ്ടുവന്ന് വെക്കട്ടെ എന്ന് വിചാരിച്ചിട്ട്, പക്ഷേ അൻസിബയ്ക്ക് ഓടിയെത്താൻ സാധിക്കാത്തത് കൊണ്ട് അൻസിബയ്ക്ക് വെക്കാനായിട്ട് ശരണ്യരെ മാറ്റിയിട്ട് സ്പേസ് കൊടുത്തു. അപ്പോൾ ശരണ്യനെ അവിടെ പുറത്താക്കി. അങ്ങനെ വരുന്ന സമയത്ത് ഇവർ 3 പേരാണ് അവിടെ ഉള്ളിലേക്ക് വന്നത്. പക്ഷേ ഇത് ശരണ്യയ്ക്ക് ഭയങ്കര വിഷമായി. എൻ്റെ ആയിരുന്നു ഋഷിയുടെ കയ്യിലുണ്ടായിരുന്നത്, ഋഷി എന്നിട്ട് അത് വെക്കാതെ അത് മാറ്റി എന്നുള്ളൊരു രീതിയിലായി. അതുമാത്രമല്ല അവിടെ മറ്റൊരു 2 പേർക്കും വെക്കാനായിട്ടുള്ള സ്പേസാണ് അവൻ കൊടുത്തത്. അവരെ തട്ടി മാറ്റാതെ അവർക്ക് അവിടെ സ്പേസ് കൊടുത്തു. അപ്പോൾ മനഃപൂർവ്വം എന്നെ ഒഴിവാക്കിയതാണ് എന്നുള്ളൊരു ചിന്ത അവിടെ ശരണ്യയ്ക്ക് ഉണ്ടായി. അതുപോലെ തന്നെ ശരണ്യയുടെ കയ്യിൽ അവിടെ ജാസ്മിൻ്റെ കിട്ടിയതായിരുന്നു. പക്ഷേ അവിടെ നിന്ന് ജാസ്മിൻ്റെ പിടിച്ചു വലിച്ചെടുത്തു ഗബ്രി അത് പിടിച്ചു വലിച്ചെടുത്തു. അപ്പോൾ ശരണ്യയ്ക്ക് ഒരുപാട് മുറിവും സംഭവിച്ചു അവിടെ. അപ്പോൾ ഈ 2 കാരണങ്ങൾ കൂടിയായപ്പോൾ ശരണ്യ ആകെ ഡൗണായി. അപ്പോൾ അവരുടെ ടീം അതിൽ നിന്ന് അപ്പാടെ പുറത്തുപോയി. ഇപ്പോൾ മത്സരം വരുന്നത് നമ്മുടെ ഋഷിയും അതുപോലെ തന്നെ അവർ 2 പേരുണ്ട് ആ ടീമിൽ നിന്ന് വന്നിട്ടുണ്ട്, ജാസ്മിനും വന്നിട്ടുണ്ട്, ഗബ്രിയും വന്നിട്ടുണ്ട്. അങ്ങനെ 3 പേരാണ് ലാസ്റ്റ് ഫൈനൽ റൗണ്ടിലേക്ക് മത്സരിക്കാൻ വരുന്നത്. ആ ഒരു സങ്കടത്തിലാണ് അവിടെ ഋഷിയെ സംശയിച്ചു കൊണ്ടിരിക്കുകയാണ് ശരണ്യ. അതിൻ്റെ പേരിലാണ് അവിടെ ഒരു ഉഗ്രം വഴക്ക് ശരണ്യയും ഋഷിയും തമ്മിലുണ്ടാവുന്നത്. അവിടെ ഋഷി ചോദിക്കുന്നുണ്ട്, നിന്നെ ഞാൻ ചതിച്ചു എന്ന് തോന്നുന്നുണ്ടോ എന്ന്. അപ്പോൾ ഉണ്ട് എന്നാണ് ശരണ്യ പറയുന്നത്. പക്ഷെ ഋഷി അവിടെ ചതിച്ചിട്ടൊന്നുമില്ല. അവരങ്ങനെ ഒരു ഗെയിം പ്ലാൻ സെറ്റ് ചെയ്തത് അർജുൻ പറഞ്ഞതുകൊണ്ട് മാത്രമാണ്. അർജുനാണ് അവിടെ അങ്ങനെ വന്ന് ഋഷിയുടെ അടുത്ത് ഒരു പ്ലാൻ സെറ്റ് ചെയ്യുന്നത്. അവരുടെ ഗ്രൂപ്പിൽ നിന്ന് ഒരാളാണ് ക്യാപ്റ്റൻ ആവുന്നതെങ്കിൽ നമ്മുടെ ഈ ഗ്രൂപ്പിനെ പിരിക്കില്ല, അൻസിബനെയും ഋഷിനെയും ഗ്രൂപ്പിനെ പിരിക്കില്ല, നമ്മൾ ഒരുമിച്ചാക്കും എന്നൊരു വാക്ക് തന്നിട്ടുണ്ട്. അപ്പം നമുക്ക് ഇങ്ങനെ ഒരു സെറ്റായിട്ട് ഒന്ന് ഗെയിം കളിച്ച് നോക്കാം എന്ന് പറയുന്നത് അവിടെ വന്നിട്ട് അർജുനാണ്. അതുകൊണ്ടാണ് ഇവർ ടീമായിട്ട് ഗെയിം കളിക്കാൻ തീരുമാനിച്ചത്. പക്ഷേ സ്വന്തം ടീമിനെ തോൽപ്പിച്ചുകൊണ്ട് മറൊരു ടീമിനെ ജയിപ്പിക്കാനായിട്ട് ആരും നോക്കില്ലല്ലോ. അതുകൊണ്ട് തന്നെ അവിടെ ഋഷിയുടെ സ്ഥാനത്ത് യാതൊരു തെറ്റും സംഭവിച്ചിട്ടില്ല. അവിടെ ഋഷിനെ കുറ്റപ്പെടുത്തുന്നത് വെറുതെയാണ്. അവിടെ അർജുൻ പറഞ്ഞതുകൊണ്ട് ഹെൽപ്പ് ചെയ്യാമെന്ന് ഋഷി സമ്മതിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. പറ്റാത്തതുകൊണ്ട് ഋഷിക്കൊന്നും ചെയ്യാൻ സാധിച്ചില്ല. അതിന് ഋഷിനെ കുറ്റപ്പെടുത്തുന്നതിൽ യാതൊരു ന്യായവും ഇല്ല.